ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ടൈം 6:20 ആണ് കേട്ടോ. അപ്പോൾ രാവിലെ എണീച്ച് ഫേസ് വാഷൊക്കെ ചെയ്തു. ദെൻ ബ്രഷിങ് അതൊക്കെ കഴിഞ്ഞിട്ട് എൻ്റെ ബേസിക് റുട്ടീൻസൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് സമയം എൻ്റെ മീ ടൈമാണ്. ആ സമയത്താണ് ഞാൻ എൻ്റെ സ്കിൻ കെയർ, എൻ്റെ ജേർണലിങ്, പിന്നെ വെള്ളം കുടിക്കാനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ എണീച്ചതും കുറച്ച് വെള്ളമൊക്കെ കുടിക്കാറുണ്ട്. അതൊക്കെ ഞാൻ ഈ ടൈമിലാണ് ചെയ്യുന്നത്. രാവിലെ എണീച്ച് വെള്ളം കുടിക്കുക എന്ന് പറയുന്നത് എനിക്ക് ആദ്യമൊക്കെ നല്ല ടാസ്ക് ആയിരുന്നു. പിന്നെ ഞാൻ പതുക്കെ അങ്ങനെ ശീലിച്ചു. ഇപ്പോൾ അത്യാവശ്യം വെള്ളം കുടിക്കാറുണ്ട്. വെള്ളം കുടിച്ച് നല്ലൊരു ബ്രേക്ക് എടുത്തതിന് ശേഷമേ ഞാൻ രാവിലെ ചായ കുടിക്കാറുള്ളൂ. പക്ഷേ ഞാൻ വെള്ളം കുടിക്കുന്നത് പതുക്കെ കുടിക്കാറുള്ളൂ. എനിക്കങ്ങനെ പറ്റുള്ളൂ. എല്ലാവർക്കും എങ്ങനെയാണെന്ന് അറിയില്ല. അതിന് ശേഷം ഞാൻ എൻ്റെ ജേർണലിങ് സ്റ്റാർട്ട് ചെയ്യും. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് വെള്ളം കുടിക്കാറുണ്ട്. ഞാൻ രാവിലെയും രാത്രിയിലും ജേർണൽ ചെയ്യുന്ന ഒരാളാണ്. എൻ്റെ ഓവറോൾ ഡേ എങ്ങനെയെന്നുള്ള കാര്യം ഞാൻ രാത്രിയിലും നെക്സ്റ്റ് ഡേ, അതായത് ഇപ്പോൾ ഇന്ന് എന്ത് വേണം എന്നുള്ളത് ഞാൻ ഇന്ന് രാവിലെ മോർണിംഗുമാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഓരോരുത്തർക്കും അവരവരുടെ ഇഷ്ടത്തിന് ചെയ്യാം. ഇതാണ് മൈ വേ ഓഫ് ജേർണലിങ്. ഞാൻ ഓൾറെഡി ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ എങ്ങനെയാണ് ജേർണൽ ചെയ്യുന്നതെന്ന്. അപ്പോൾ നമ്മുടെ മെയിനായിട്ടുള്ള ഡേ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ചായ കുടിക്കണം അല്ലേ? ചായയും കുടിക്കണം, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. ഇതാണ് എൻ്റെ രാവിലത്തെ ആദ്യത്തെ ടാസ്ക്. അപ്പം ഞാനിത് ചെയ്യുന്ന സമയത്ത് മൾട്ടി ടാസ്കിങ് ഞാൻ മാക്സിമം ഒഴിവാക്കാറുണ്ട് കേട്ടോ. ബിക്കോസ് എന്താ പണ്ട് ഞാൻ നന്നായിട്ട് മൾട്ടി ടാസ്ക് ചെയ്യുന്ന ഒരാളാണ്. ഇപ്പോൾ മൾട്ടി ടാസ്കിങ് ചെയ്യില്ല. ഞാനിപ്പോൾ കുക്കിംഗ് ആണെങ്കിൽ കുക്കിംഗ് മാത്രം ചെയ്യും. അതിനുശേഷം ക്ലീനിങ് എന്തെങ്കിലും അത് ചെയ്യും. അതിനുശേഷം എൻ്റെ കുറച്ച് വർക്ക് ഉണ്ടെങ്കിൽ അതെല്ലാം ഞാൻ തനിച്ചാണ് ചെയ്യുന്നത്. നമ്മുടെ ചായ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചായ ഞാൻ സമാധാനത്തോടെ ഇരുന്ന് കുടിക്കും. അതെന്തായാലും അതിന് വേണ്ടിയിട്ടൊരു ടൈം ഞാൻ തനിച്ച് ഒതുക്കി വെക്കാറുണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി, ഞാൻ വിഷ്ണുവും കൂടെ ഒന്നിച്ചിരുന്നാണ് ചായ കുടിക്കുന്നത്. ചായയൊക്കെ കുടിച്ച് വന്നിട്ട് നമ്മുടെ ബാക്കിയുള്ള പ്രിപ്പറേഷൻസ് കണ്ടിന്യൂ ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കടലക്കറിക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ്. കുക്കിംഗ് ഞാൻ അത്യാവശ്യം പെട്ടെന്ന് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ എനിക്ക് കുക്കിംഗ് ഒത്തിരി മിസ് ചെയ്യുന്നതും വലിയ താല്പര്യമുള്ള കാര്യമല്ല. അപ്പോൾ ഞാൻ കറിക്ക് ഫ്രൈ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് തന്നെ വിഷ്ണു വന്ന് അത് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പോഴത്തേക്ക് ഞാൻ പുട്ടിന് കുഴയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഒന്നിച്ചാണ് കുക്കിംഗ് ചെയ്യുന്നത്. അപ്പോൾ കടല വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇട്ടപ്പോൾ കുറച്ച് കൂടുതൽ കടല ഇട്ടിട്ടുണ്ടായിരുന്നു. ഈവനിങ് സ്നാക്കിങ്ങിന് വേണ്ടിയിട്ട്, അതായത് സുണ്ടൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ വെള്ളക്കടല കുറച്ചെടുത്ത് മാറ്റി വയ്ക്കും. കാര്യം ഇവിടെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് സുണ്ടൽ ഉണ്ടാക്കുക ഈവനിങ്. അപ്പോൾ ബാക്കി കടലയും പിന്നെ ഞാൻ ഉണ്ടാക്കി വെച്ചാൽ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ കടലക്കറി ഉണ്ടാക്കുകയാണ്. ചന്ന മസാല പോലെയല്ല, ഞാനൊരു മിക്സഡ് റെസിപ്പിയാണ്. എപ്പോഴും ഒരേ റെസിപ്പി ഉണ്ടാക്കില്ല. ഇടയ്ക്കിടയ്ക്ക് ഡിഫറെൻറ്റ് റെസിപ്പീസ് ഉണ്ടാക്കാറുണ്ട്. ഇത് ഞാൻ തേങ്ങ അരച്ചൊഴിച്ചിട്ടാണ് കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ കൂട്ടത്തിൽ ഞാൻ ഈ ഫ്രൈ ചെയ്ത പാനിൽ തന്നെ ഒരു 2 ഗ്ലാസ് വെള്ളം ഞാൻ തിളപ്പിക്കും. ബിക്കോസ് നമ്മൾ കറി ഉണ്ടാക്കുമ്പോൾ ചൂടുവെള്ളം തന്നെ ഇരിക്കണം. പച്ചവെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ആ കറിയുടെ ടേസ്റ്റിനൊരു ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഈ തേങ്ങ അരച്ചതും കൂടി ഇതിൽ ഒഴിച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കറി ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ടേസ്റ്റ് ഒക്കെ ചെയ്തിട്ട് അതിനെന്തെങ്കിലും വേണമെങ്കിൽ എക്സ്ട്രാ തിങ്സ് വേണമെങ്കിൽ ആഡ് ചെയ്യുക. അപ്പോൾ നമ്മുടെ പുട്ടും ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് ഗാർഡനിങ് വർക്കൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിത് റെഗുലറായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ എല്ലാം ഒന്നിച്ച് ചെയ്യില്ല, കുറേശ്ശെ ഞങ്ങൾ രണ്ടുപേരും കൂടി ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ഇന്ന് കുറച്ച് റോസിൻ്റെ കമ്പൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വിടണമായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്തു. കൂടെ ഉള്ളിലുള്ള ഇൻഡോർ മണി പ്ലാന്റിൻ്റെ പോട്ട്സിൽ കുറച്ച് പുതിയ സ്റ്റെംസൊക്കെ വയ്ക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടുന്ന സ്റ്റെംസും കട്ട് ചെയ്ത് എടുത്തു.